ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലൂസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നാളെ നമുക്ക് വ്യാഴാഴ്ചയാണ്. സോ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ നാളെ നമുക്ക് മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഗെയിമിൽ വരാൻ സാധ്യതയുള്ളത് നോക്കാന്നുള്ള കേട്ടോ. നമ്മൾ എല്ലാ ചെയ്യണത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇപ്രാവശ്യം നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരികയെന്ന്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇന്നലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഈ ഫുട്ബോൾ ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നമ്മുടെ സ്മാർട്ട് ടെസ്റ്റ് ഫിൽറ്റർ ചെയ്യേണ്ട ഭാഗമായിട്ട്. അപ്പോൾ ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ നാളെ തന്നെ വരില്ല, കുറേ പേര് അത് നാളെ വരുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അത് നമുക്ക് ജൂൺ 2-3 ഒരു അപ്ഡേറ്റ് ഉണ്ട്. സോ അന്നായിരിക്കും അവൈലബിൾ ആവുക. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്തിട്ട് സ്മാർട്ട് ടെസ്റ്റ് കളിക്കേണ്ടവർക്ക് ആ രീതിക്കുള്ള ഒരു അവരെ സ്മാർട്ട് ടെസ്റ്റ് മാത്രമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അല്ലാത്തവർക്ക് അല്ലാണ്ട് കളിക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. സോ ഇങ്ങനെ 2 സ്മാർട്ട് ടെസ്റ്റിൻ്റെ ഫിൽറ്ററാണ് വരുന്നത്. എന്തായാലും അത് നല്ലൊരു കാര്യമായി. കാരണം കുറേ എണ്ണം സ്മാർട്ട് ടെസ്റ്റ് വരേണ്ട. അപ്പോൾ സ്മാർട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ ബിഗിനേഴ്സിനല്ല കേട്ടോ പറയുന്നത്. കുറേ എണ്ണം ഈ റാങ്ക് പുഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് കളിക്കറിയാം. എന്നാലും ഇത് വെച്ച് കളിച്ചിട്ട് എന്താ കിട്ടണമെങ്കിൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വലിയ എഫേർട്ട് നമ്മുടെ റിച്ച് ബോയൊക്കെ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മലയാളം ഈ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയിൽ. കാരണം അവൻ ഇതിനെക്കുറിച്ച് നല്ല ഇൻസ്റ്റയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതായിട്ട്. പിന്നെ ഇവിടെ വെട്ടനേഷ് വേണ്ടിട്ട് മച്ചങ്ങായി സ്ട്രീമറാണ് പുറത്തുള്ളത്. ചങ്ങായി കുറേ വേണ്ടി ഇതാക്കിയിട്ട് നമ്മൾ ഒഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ച് അധികം സംസാരിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ഔട്ട് വെച്ചിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും അവസാനം ഫിൽറ്റർ വന്നിരിക്കുകയാണ്, നല്ല കാര്യം. അതെന്തായാലും പൊളിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് മെയിനായിട്ട് ആയിരിക്കുക നാളെ വരാൻ പോകുന്നത്. സോ അതിന് നമുക്ക് പ്ലെയർ ഓഫ് വീക്ക് എന്ന് തുടങ്ങാം. സോ പ്ലെയർ ഓഫ് വീക്കിന് ഇപ്പോൾ 3 ഷാഡോസ് അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലെയർ ഓഫ് വീക്ക് വേൾഡ് വൈഡ് വന്നിട്ട്. അപ്പോൾ ഇത് ഏതൊക്കെ പ്ലേസ് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ പ്ലെയർ വെച്ചാൽ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നിലവിലെ പ്രീമിയർ ലീഗിലത്തെ മികച്ച പ്ലെയറാണ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു കാർഡ് എന്തായാലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏത് ടീം സ്പോർട്ടിങ്ങത്തെ മൊറൈറ്റ അങ്ങനെ ഒരു പ്ലെയറാണ്, ജപ്പാൻ പ്ലെയർ തോന്നുന്നുണ്ട്, ചെങ്ങായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാൻസിനി റോമയുടെ പ്ലെയറും വരുന്നുണ്ട്. സോ ഈ 3 പേരുടെ പിക്കാണ് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഷാഡോസ് കൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോരാണ് നമുക്ക് നാളെ ആരൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കി കഴിഞ്ഞാൽ റാഫീനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം റാഫീനെ റയൽ ബിച്ചേഴ്സായിട്ട് 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാഫീനെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ലാക്ക് 11 സേവ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, 11 സേവ്. അപ്പോൾ ചെങ്ങായുടെ ഒരു കാർഡ് എന്തായാലും വരും. അതുപോലെ തന്നെ നമ്മുടെ വാക്കിൻസ് 2 ഗോൾ ഒരു അസിസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെക്ടോമേനെ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നെപ്പോളിക്ക് വേണ്ടി. ചെങ്ങായുടെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലൂക്സോ വരാൻ ചാൻസ് ഇല്ല, അത് എന്തായാലും ബ്രൂണോ തന്നെ ആയിരിക്കും. പിന്നെ ഇവാൻ പെറിസിച്ച് 2 അസിസ്റ്റ് വെച്ചിട്ടുണ്ട് PSVയുടെ. പിന്നെ വേറൊരു പ്ലെയർ 3 അസിസ്റ്റ് ചെങ്ങായി. ഓക്കെ, ഇത്തരം പ്ലേയേഴ്സാണ് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പ്ലെയർ ഓഫ് വീക്കിൽ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ നമ്മുടെ വിനീഷ്യസിൻ്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. ലാസ്റ്റ് ഗെയിമിൽ വിനീഷ്യസ് ഒരു ഗോൾ അടിച്ചായിരുന്നു. പിന്നെ നമ്മുടെ സെമേനോൻ്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. പിന്നെ ഗ്രീസ്മാൻ, പിന്നെ നമ്മുടെ വാൻ കൗട്ടോ പറഞ്ഞിട്ടൊരു പ്ലെയറിൻ്റെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. ഹോയ്ബർഗിൻ്റെ പ്ലെയർ വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് പ്ലേയേഴ്സിൻ്റെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേയൊക്കെ പ്രൊണൗൺസിയേഷൻ തെറ്റാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, അതെനിക്ക് പറയുള്ളത് ഇവിടെ. അപ്പോൾ ഇത്തരം പ്ലേയേഴ്സാണ് നമുക്ക് പ്ലെയർ ഓഫ് വീക്കിൽ അവൈലബിൾ ആകാൻ ചാൻസ്. അപ്പോൾ ഇതിലെ നിങ്ങളുടെ ടാർഗറ്റ് ആരാണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ. ഇനിയിപ്പോൾ നാളെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ആഴ്സണൽ മാറിയിരിക്കുകയാണ്. ഇന്നലെ ബ്രോൺമൗത്തും നമ്മുടെ മാൻസിറ്റി കളി സമനില ആയതോടുകൂടി. അപ്പോൾ എന്തായാലും നമ്മുടെ ചാമ്പ്യൻസിൻ്റെ ഇതായിട്ട് അവർ കൊണ്ടുവരാറുണ്ട് കാർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നാളെ എന്തായാലും ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് ആഴ്സണലിൻ്റെ പ്ലെയറിൻ്റെ. അപ്പോൾ സാധാരണ ഒരു ഹൈലൈറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറ്. അപ്പോൾ നാളെ സ്പെഷ്യലായിട്ട് ഒരു ഷോർട്ട് ടൈം കാർഡ് ഒഡേ കാർഡിനൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തന്നതിനെ ഭാഗ്യം. കാരണം നീണ്ട 22 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ആഴ്സണൽ കപ്പടിക്കുന്നത്. അതും നിങ്ങൾക്ക് അറിയാലോ ബാഴ്സലോണ ആയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ഫുട്ബോളിൻ്റെ ഒരു ഇത് ആഴ്സണലിലാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൽ ഒരു ഷോർട്ട് ടൈം തന്നതിനെ ലാഭം. കുറേ കാലയിൽ കപ്പടിച്ചിട്ട് ഇപ്പോഴേ കപ്പടിക്കണം, ഒരു ഷോർട്ട് ടൈം കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഞാനിപ്പോൾ മോളിൽ കാണിച്ചിരിക്കുന്ന ഈ ഒഡേഗാൻ്റെ പിക്ക് പോലത്തെ ഒരു ഷോർട്ട് ടൈം കാർഡ് എല്ലാ യൂസേഴ്സിനും ഫ്രീ ആയിട്ട് തന്നാൽ നല്ലത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട് ആഴ്സണൽ FC വന്നിട്ട്. അത് നമ്മുടെ വില്യം സെലിബ, ഡെക്ലാൻ റൈസ്, പിന്നെ മാർട്ടിൻ ഒഡേഗാർഡ്. സോ അങ്ങനെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നീണ്ട 22 വർഷമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രാധാന്യം ഈ ഗെയിം ആഴ്സണലിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതെന്ന് വരാം. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, കൊണ്ടുപോകുന്നതിനെ ഭാഗ്യം. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് നാളെ നമുക്ക് സിരിയ ഉണ്ടല്ലോ, ഇറ്റാലിയൻ സിരിയയുടെ പ്ലെയർ ഓഫ് ദി സീസണിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ അതിൽ റൂമേഴ്സായിട്ട് നമ്മുടെ ലൗത്തോറോ മാർട്ടിനസ് ഉണ്ടാവും, എൽജീസ്, റാബിയോട്ട്, ഹോയിലൻഡ്, സാനിയോളോ, പിന്നെ അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ്. ഓക്കെ, വാർഡി, സിക്ക്, പിന്നെ ആരോൺ മാർട്ടിൻ. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് എല്ലാ പ്ലേയേഴ്സിനും. അതുപോലെ തന്നെ അവരുടെ പ്ലേ സ്റ്റൈലും കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു പാക്ക് വരാൻ സാധ്യതയുണ്ട്. സോ
പ്ലെയർ ഓഫ് ദി സീസൺ ആണ്. ഇറ്റാലിയൻ മറ്റേ സീരിയലത്തെ പ്ലെയർ ഓഫ് ദി സീസണിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാർഡ് കൊണ്ടുവരാൻ ചാൻസ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ നോക്കിയെടുക്കുക, അത്രയ്ക്ക് പറയാനുള്ളൂ. പിന്നെ പറയാനുള്ളത്, നമുക്ക് നമ്മളുടെ ഗെയിമിൽ മാനേജർ വിത്ത് ഒരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട് നാളെ. അപ്പോൾ എന്തായാലും അത് റൂമേഴ്സ് കുറേ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ ബ്രേക്ക് ത്രൂ പാസ് സി പറഞ്ഞിട്ട് ഒരു റൂമർ കാണിക്കുന്നത്, ഇത് നമ്മുടെ ജോർജ് വെസ്റ്റ് പ്ലസ് പ്ലാറ്റിനി വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അത് റൂമറാണ്. അതിനൊപ്പം തന്നെ നമ്മളുടെ എസ്താവിയോ പ്ലസ് കോൾ പാൾമർ. ഓക്കെ, സോ രണ്ടുപേർക്കും, ഒരാൾക്ക് ബ്ലിറ്റ്സ് കേൾ ഉണ്ട് എസ്താവിയോക്ക്, അതുപോലെ തന്നെ ഫിനോൽ പാസ് പ്ലസ് മൊമെൻറ്റ് ട്രിപ്പിൾ ആണ് നമ്മുടെ പ്ലാറ്റിനി. ജോർജ് വെസ്റ്റിന് മാഗ്നറ്റിക് പീച്ച് പ്ലസ് ഫിനോൽ ഫിനിഷിംഗ് ആണ്. പിന്നെ വിഷണറി പാസ് പ്ലസ് അച്ചക് ട്രിഗറാണ് അവളുടെ പാൾമറിന്. സോ ഇത് റൂമറാണ്. എന്തായാലും മാനേജർ ആഡ് ചെയ്യും. മാനേജറും പ്ലസ് 2 പ്ലേയേഴ്സിന്, അല്ല 4 പ്ലേയേഴ്സ്, 2 എപ്പിക്കും 2 ഷോർട്ട് ടൈം എന്തായാലും ഉണ്ടാവും. സോ അതിൻ്റെ ഇത് നമ്മളുടെ ഡാറ്റാബേസിൽ ഓൾറെഡി സ്പേസ് വിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം. പിന്നെ മാനേജറായിട്ട് ആര് വരും എന്നാണ് ഒരു ഇത്. ചിലപ്പോൾ ഗ്യാസ്പ്രീന് വന്നു എന്ന് വരാം, 2007 അതുപോലെ തന്നെ നമ്മുടെ മൗറീനയുടെ ഒരു കാർഡിൻ്റെ റൂമർ കാണിക്കിയിട്ടുണ്ട്. സോ ചെൽസിയുടെ മാനേജർ 2005-06 സീസണിത്തെ. സോ മൂപ്പരെ കാർഡും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാനേജർ ആര് വരാനാണ് ചാൻസ് ആർക്കാൻ പറ്റും. അതുപോലെ തന്നെ ആസ്നെ വെങ്ങർ വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. ആഴ്സലെ കപ്പടിച്ചില്ല, അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കാൻ. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്സലെ കപ്പടിച്ച് പറഞ്ഞാൽ വേറെ ഒന്നല്ല കേട്ടോ. കുറേ നാളുകൾ നമ്മളെ ഊക്കിയായിരുന്നു ലൈവിലൊക്കെ, അവരുത് കാർഡുണ്ടാവും, അതുകൊണ്ട് പറയാനാണ്. ഓക്കെ, സോ ഇത്രയാണ് ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, മാനേജറിനെ നോക്കുകയാണെങ്കിൽ. പിന്നെ കുറേ റൂമേഴ്സാണ് എടുക്കുന്നത്. കാരണം ഇനിയിപ്പോൾ വേൾഡ് കപ്പാണ് വരാൻ പോണത്. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ വരും നമുക്കറിയില്ല. അതെന്തായാലും 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അന്നൊരു അപ്ഡേറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മളുടെ വേൾഡ് കപ്പിൻ്റെ പാക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോൾ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് തുടങ്ങാനായിട്ട് ഒരാഴ്ച മുന്നായിട്ട് അവർ കൊണ്ടുവരും. സാധനം എന്തായാലും കൊണ്ടുവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പാക്കിൻ്റെ റൂമറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ വട്ടത്തെയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാക്കായിരിക്കും കൊണ്ടുവരാൻ ചാൻസ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ ബെൽജിയത്തിൻ്റെ. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ അവരുടെ കവർ പേജ് അവരൊന്ന് പുറത്ത് വിട്ടായിരുന്നു. സോ അതിൽ നമ്മളുടെ ബ്രസീലിൻ്റെ പ്ലേയേഴ്സ് കുറവാണ് കാണിക്കുന്നത്, അറിയാലോ. നെയ്മറിൻ്റെ കാണിക്കുന്നുണ്ട് അവർ. അതുപോലെ തന്നെ മെസ്സി, യമാല്, പിന്നെ പോർച്ചുഗലിലെ പ്ലേയേഴ്സാണ്. അതിപ്പോൾ അണ്ണൻ്റെ കാർഡ് അവർ കൊണ്ടുപോയിക്കാറില്ല, കാരണം ലൈസൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ അണ്ണൻ്റെ കാർഡ് വരാൻ ചാൻസ് കുറവാണ്. വരികയാണെങ്കിൽ തന്നെ അന്ന് ബിഗ് ടൈമൊക്കെ ആയിട്ട് കൊണ്ടുവരും, എപ്പിക്കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അപ്പോൾ മെസ്സി, യമാല്, നെയ്മർ, ഈ 3 പേരെ കാർഡ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കുക. ഇവരുടെ ഒരു നല്ലൊരു കിടിലം കാർഡിനെ ഇറക്കി വിടും, ഷുവറാണ്. പ്രത്യേകിച്ച് നെയ്മർ ഇപ്പോൾ ബ്രസീലിലെ സ്കൂളിലേക്ക് കയറും ചെയ്തുല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് അവരുടെ ലോഗോ. ഇപ്പോൾ ഇത് എന്നാണ് 2-ാം തീയതി 3-ാം തീയതി ആയിട്ടാണ് ഇറക്കി വിടുക പറഞ്ഞവർ. ഓക്കെ, സോ അന്നെന്തായാലും ക്ലബ് വേൾഡ് നമുക്ക് അറിയാം, 2022 പെസോ കളിച്ചവർക്ക് അറിയുണ്ടാവും. അന്ന് വേൾഡ് കപ്പിൻ്റെ നേരത്തെ അവർ ഇറക്കി വിട്ടായിരുന്നു ഇങ്ങനെ പാക്സും കാര്യങ്ങളൊക്കെ. ബ്രസീലിനായിക്കോട്ടെ, അർജൻറ്റീന, ഫ്രാൻസ്, സ്പെയിൻ്റെ ഇറക്കി വിട്ടായിരുന്നു, അന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പാക്സ് എന്തായാലും അവർ ഇറക്കി വിടും. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് ആരൊക്കെയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ കുറേ റൂമേഴ്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ സ്പെയിൻ്റെ 2010 ഒരു പാക്ക് വരാൻ ചാൻസ് പറയുന്നുണ്ട്. നമ്മുടെ ഇനിയസ്റ്റയുടെ കാർഡൊക്കെ ആയിട്ട് ഇനിയസ്റ്റ ബിഗ് ടൈം കാർഡ്, മാറ്റ് ഫീച്ച് പ്ലസ് ഫിനോൽ പാസ്, പിന്നെ ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ബ്ലിറ്റ്സ് കേളായിട്ട് ഡേവിഡ് വിയ, പിന്നെ സാബി, ബുസ്കറ്റ്സ്, പിക്ക്, കസ്ലസ്, അങ്ങനെ ഒരു പാക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ റൊണാൾഡോ ഇല്ലാണ്ട് എന്ത് വ്യാഴാഴ്ചത്തെ പരിപാടിയില്ലേ. ഇപ്പോൾ റൊണാൾഡോ, മെസ്സി, നെയ്മർ, ഓക്കെ, അവരുടെ ഒരു യങ് കാർഡ്സ് വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ഡാൻസ് ഓഫ് ഗോട്ട് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റൂമറാണ്, നിങ്ങൾക്ക് അറിയാലോ, ആസ് യൂഷ്വൽ റൂമർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് എല്ലാം കൂടി വായിച്ച് നോക്കുമ്പോൾ നാളത്തേക്കുള്ളൊരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ആഴ്സണലിലെ ചാമ്പ്യൻ ആയതിൻ്റെയും പിന്നെ സിറിയയുടെ ആ പാക്ക്, പിന്നെ മാനേജർ പാക്ക് പ്ലസ് എപ്പിക്ക് എന്തായാലും വരും, അത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ വട്ടം അപ്ഡേറ്റ് ചെയ്യാൻ പിന്നെ അവരൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കൊണ്ടുവരും ഷുവറാണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം ആരായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ റൂമേഴ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ സീസൺ ബെസ്റ്റ് കണ്ടൊരു പാക്ക് ചെൽസിയുടെ ഒക്കെ ഒന്നില്ല, അതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ബാഴ്സയുടെ വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. എന്തായാലും നോക്കാം, വന്നു കഴിഞ്ഞാൽ നല്ലത്. ബാഴ്സ റയൽ മാഡ്രിഡ് ഫാൻസിനൊക്കെ എടുക്കാമല്ലോ. ഓക്കെ, നല്ല കാർഡ്സ് ഒക്കെ ഇട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടമായിക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.